ഒരു എക്സിബിഷൻ ചെയ്യുമ്പോ എത്ര ഡ്രോയിങ് ഒക്കെ ഒരു എക്സിബിഷൻ ചെയ്യാൻ? സോ ഞാൻ ആർട്ടിലോട്ട് വന്നതിന് ഒരു റീസൺ ഉണ്ട്. ആ സ്റ്റോറി പറഞ്ഞാൽ നീണ്ടുപോകും, പിന്നെ കുറെ പേർക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നില്ല. അന്ന് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം, കുറച്ച് ആർട്ടിസ്റ്റ് എന്നെ ഉപദേശിച്ചു, സച്ചിൻ എക്സിബിഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ട് വർക്ക് ഒന്നും വേണ്ട, വളരെ കുറച്ച് ആർട്ട് വർക്ക് മതി എന്ന് ഉപദേശിച്ചു. ശരിക്കും ഒരു എക്സിബിഷൻ ചെയ്യുമ്പോൾ ഇത്ര ആർട്ട് വർക്ക് വെക്കണം എന്നുള്ള റൂളൊന്നും ഇല്ല, റൂളേ ഇല്ല. റൂൾ ഉണ്ടെങ്കിൽ തന്നെ ആ റൂള് കൊണ്ടുവരുന്നത് എക്സിബിഷൻ ഹാള് നിങ്ങൾക്ക് ആരാണ് തരുന്നത് അവരുടെ ഗൈഡ് ലൈൻസ് ആണ്. അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എക്സിബിഷൻ ചെയ്യുമ്പോൾ 5 ചിത്രങ്ങളെ പാടുള്ളൂ, 100 ചിത്രങ്ങളെ പാടുള്ളൂ, അങ്ങനെ റൂളേ ഇല്ല. ഒരു സമയത്ത് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, 50 ചിത്രങ്ങൾ മിനിമം വേണം. ഒന്നുമില്ല. പക്ഷേ ആ ഹോള് നമുക്ക് തരുന്നവർ ഒരു ഗൈഡ് ലൈൻ തരുന്നുണ്ടായിരിക്കും, ഇത്ര ആർട്ട് വർക്ക് ചെയ്യാനുള്ള സ്പേസ് അതിൻ്റെ അകത്തുള്ളൂ, അതുകൊണ്ട് ടോട്ടൽ ആർട്ട് വർക്ക് ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഗ്രൂപ്പ് എക്സിബിഷൻ ആണെങ്കിൽ നേരത്തെ ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും, ഒരാൾ ഇത്ര ആർട്ട് വർക്ക് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. ഈ 2 ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ നമ്പർ ഇല്ല. ഇനി മറ്റൊരു കേസിൽ നോർമലി നല്ലൊരു എക്സിബിഷൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു സീരീസ് ഓഫ് ആർട്ട് വർക്കാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സിബിഷൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഒരു സീരീസ് ഓഫ് ആർട്ട് വർക്ക് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സീരീസ് ഓഫ് ആർട്ട് വർക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലുള്ള അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള ശൈലിയിലുള്ള ആർട്ട് വർക്ക് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൻ്റെ മെയിൻ ഉദ്ദേശം ആർട്ട് വർക്ക് കണ്ടുപോകുന്നവർക്ക് ഇർഫാൻ വരച്ച ആർട്ട് വർക്ക് ആയിരുന്നു എന്നും മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുക, ഞാനിപ്പോൾ പല ഡിഫറെൻറ്റ് ശൈലിയിൽ ആർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ഇവിടെ കണ്ണ് വരച്ച് വെച്ചിട്ടുണ്ട്, അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇപ്പുറത്തൊരു വേറൊരു പെയിന്റിങ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു എക്സിബിഷനിൽ കൊണ്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എക്സിബിഷൻ ഫീല് കാണുന്നവർക്ക് കിട്ടില്ല. പക്ഷേ എൻ്റെ ആർട്ട് വർക്ക്സിൻ്റെ അകത്തുനിന്ന് ഞാനൊരു കളക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കിൻ ടോൺ റിലേറ്റഡ് ഒരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ണ്, മൂക്ക്, ലിപ്പ്, ഫോർഹെഡ് എന്നൊക്കെ പറഞ്ഞ് മുൻപൊരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു ടോപ്പിക് റിലേറ്റഡ് ഒരു സീരീസ് എന്ന് പറയുന്നത്, ഒരു സീരീസ് ബേസ്ഡ് എക്സിബിഷൻ ചെയ്യണമെങ്കിൽ അത് ബെറ്റർ ആണെന്ന് ആർട്ടിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, സീനിയർ ആർട്ടിസ്റ്റുകൾ. അത് നല്ലതായിരിക്കും, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ആലോചിച്ച് നോക്കി, ഇർഫാൻ്റെ ഒരു എക്സിബിഷൻ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ തീമിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ശൈലിയിലുള്ള ഒരു സീരീസ് ചെയ്യുകയാണെങ്കിൽ കാണുന്നവർക്ക് പെട്ടെന്ന് ഇർഫാൻ ഓർമ്മ നിൽക്കും. എക്സിബിഷൻ കഴിഞ്ഞ് പോകുമ്പോഴും അന്ന് ഇർഫാൻ എന്ന് പറഞ്ഞ പയ്യൻ ഈ ടൈപ്പ് ഒരു ആർട്ട് വർക്ക് ചെയ്തായിരുന്നു എന്നൊക്കെ ഓർമ്മ നിൽക്കും. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, എത്ര വേണമെങ്കിൽ ചെയ്യാം. അത് ഞാൻ കണ്ടിട്ടുള്ളത് 100-ലും അധികം എക്സിബിഷൻസ്, ആർട്ട് വർക്ക്സ് എക്സിബിഷൻ ചെയ്തവരുണ്ട്. കുറച്ച് 3, 4, 5 പെയിന്റിങ്സ് മാത്രം എക്സിബിഷൻ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ആർട്ട് വർക്ക്സിൻ്റെ സൈസ് നമ്മുടെ ഇഷ്ടമാണ്, ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ്, എനിക്ക് വലിയ ആർട്ട് വർക്കുകൾ എക്സിബിഷന് കാണാനാണ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ്. പക്ഷേ ബിനാലിലൊക്കെ പോയി കഴിഞ്ഞാൽ, ആർട്ട് ഗാലറിയൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഗാലറി തരുന്നവരെന്താണ് പറയുന്നത്, ഗ്രൂപ്പ് എക്സിബിഷൻ ആണെങ്കിൽ ഗ്രൂപ്പിലുള്ളവർ എന്താണ് കോമൺലി എഗ്രി ചെയ്തിട്ടുള്ളത്, എനിക്കൊരു സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സീരീസ്, ആ രീതിയിൽ എക്സിബിഷന് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് എക്സിബിഷന് കുറേ നാൾ മുമ്പേ ഇത് മാർക്കറ്റ് ചെയ്യാം, ആ സീരീസിൻ്റെ ടോപ്പിക്കിൻ്റെ ബേസിലൊക്കെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുക. ഒരുപാട് ആൾക്കാർ എക്സിബിഷൻ ഉണ്ട്. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് എൻ്റെ നമ്മുടെ യൂട്യൂബിൽ എപ്പോഴും കിടക്കുന്നുണ്ട്, റോഡ് ടു എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ എക്സിബിഷൻ ചെയ്തില്ല, പക്ഷേ ഞാൻ എക്സിബിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു കൊറോണയ്ക്ക് മുമ്പ്. കൊറോണ പെട്ടെന്ന് വന്ന സമയത്ത് ക്യാൻസൽ ചെയ്തു. അതിൻ്റെ ജസ്റ്റ് തംബ്നെയിൽ യൂട്യൂബിൻ്റെ തംബ്നെയിൽ കാണിച്ചു തരാം. അപ്പോൾ യൂട്യൂബിൽ പോയിട്ട് റോഡ് ടു എക്സിബിഷൻ ബൈ ആർട്ടിസ്റ്റ് സച്ചിൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് തുടങ്ങാം. റോഡ് ടു എക്സിബിഷനിലോട്ടുള്ള റോഡ്, ആ രീതിയിൽ ഞാൻ വ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഡെയിലി ചെയ്യുന്ന ആർട്ട് വർക്കുകൾ, ഒന്ന് ഒരു സ്കിൻ ടോൺ റിലേറ്റഡ് ആർട്ട് വർക്ക്, ഒരു ബേബിയുടെ ഈ കണ്ണൊക്കെ വരച്ച അതിൻ്റെ ബേസിലാണ്. ഒരു കൈ വരച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഒന്ന് കണ്ണ് വരച്ചത് കണ്ടോ. ഇതിന്റെ സീരീസിന്റെ ഉദ്ദേശം ഡിഫറെന്റ് സ്കിൻ ടോൺ എന്നുള്ളതായിരുന്നു. അപ്പോൾ മനുഷ്യന്മാർ പല സ്കിൻ ടോണിലുള്ളവരുണ്ട്, പക്ഷെ അവരെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു തീമിലാണ് ഈ എക്സിബിഷൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പുതിയ ആർട്ട് വർക്ക്സിന്റെ സീരീസ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാസങ്ങൾ എടുത്ത് ചെയ്ത ആർട്ട് വർക്ക്സ് ആണ് ഇതെല്ലാം. ഇത് ഏകദേശം 5 feet വരുന്ന ഒരു ക്യാൻവാസ് ആണ്. ഒരു ബേബിയുടെ സ്കിൻ ടോൺ എങ്ങനെ ഇരിക്കും, പിന്നെ ഒരു ലിപ്പ് വരച്ചതിൻ്റെ, ഇത് സീരീസ് ആയിട്ട് ഞാൻ യൂട്യൂബിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എക്സിബിഷൻ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് ആയിട്ടും യൂട്യൂബ്, പിന്നെ ഒരു കൈ വരച്ചതിൻ്റെ, ഇതെല്ലാം സ്കിൻ ടോൺ എന്നുള്ള ഒരു സീരീസ് ആയിരുന്നു. പേഴ്സണലി എനിക്ക് സ്കിൻ ടോണിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഡിഫറെൻറ്റ് സ്കിൻ ടോണുകൾ കളർ ചെയ്യാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സീരീസ്. കണ്ടോ,
അപ്പോൾ ആലോചിക്കുക, ആ എക്സിബിഷൻ വരുന്നവരെന്തായിരിക്കും കാണുന്നുണ്ടായിരിക്കുക? സ്കിൻ ടോൺ റിലേറ്റഡ് കുറേ ചിത്രങ്ങൾ, അങ്ങോട്ട് കണക്ട് ആവുന്ന ഒരു സ്റ്റോറി അതിലൂടെ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എക്സിബിഷൻ ഞാൻ പ്ലാൻ ചെയ്തത്. യെസ്, അപ്പോൾ ആ രീതിയിൽ സീരീസ് ആയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും.